തീപിടുത്തമുണ്ടാകുമ്പോൾ ജീവനു വേണ്ടി ആളുകൾ ആ സ്ഥലത്തു നിന്നും ഓടിപ്പോകാറുണ്ട്. എന്നാൽ അഗ്നി സുരക്ഷാ സേനകൾ അവർ ആ കെട്ടിടത്തിനകത്തേക്ക് ഓടിക്കയറുകയാണ്. അതുകൊണ്ടാണ് അവരെ കാണപ്പെടാത്ത ഹീറോകൾ എന്ന് പറയുന്നത്. നമുക്ക് ഭയപ്പെടുവാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ലോകത്തിലേക്ക് നോക്കുമ്പോൾ സമാധാനമില്ലാത്ത അവസ്ഥകൾ, യുദ്ധത്തിൻ്റെ അവസ്ഥകൾ, കോൺഫ്ലിക്റ്റുകളൊക്കെയുണ്ട്. നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ കുടുംബങ്ങൾ, റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, പ്രശ്നങ്ങൾ, ക്രൈസിസ് ഒക്കെ ഉണ്ടാകാറുണ്ട്. വ്യക്തിപരമായ ജീവിതത്തിൽ നോക്കുമ്പോൾ പരാജയത്തിൻ്റെ പല ഭയങ്ങളും നമ്മുടെ ഉള്ളിലുണ്ട്. നാളെ എങ്ങനെ നേരിടണമെന്ന് പോലും നമുക്ക് അറിയത്തില്ല. അങ്ങനെയെങ്കിൽ നമുക്ക് ചുറ്റും നോക്കുമ്പോൾ നമുക്ക് ഭയപ്പെടാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാൽ നമുക്ക് ഭയപ്പെടാൻ ഒത്തിരി കാര്യങ്ങളുള്ളപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നിനക്ക് ഭയപ്പെടാതിരിക്കാനുള്ള കാര്യങ്ങളെപ്പറ്റി. ഒന്ന്, ഞാൻ ദൈവത്തിൻ്റെ വകയാണ് എന്ന് തിരിച്ചറിയുക. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സൃഷ്ടിച്ചവനും നിന്നെ വീണ്ടെടുത്തവനും ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചവനും ആണ് എന്ന് ദൈവം പറയുകയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഭയപ്പെടാതിരിക്കാനുള്ള കാരണം, ഒന്ന്, നിങ്ങൾ ദൈവത്തിൻ്റെ വകയാണ് എന്ന് തിരിച്ചറിയുക. രണ്ടാമത്, ഭയപ്പെടാതിരിക്കാനുള്ള കാരണം, ഞാൻ നിന്നോട് കൂടെയിരിക്കും എന്നുള്ളതാണ്. നമ്മുടെ പ്രതിസന്ധിയിൽ നാം ഒറ്റയ്ക്കല്ല, ദൈവം നമ്മോടൊപ്പം ഇരിക്കും എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത്. ഭയപ്പെടാതിരിക്കാനുള്ള രണ്ടാമത്തെ കാര്യം, നാം വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ, പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നാം ഒറ്റയ്ക്കല്ല, ദൈവം നമ്മോടൊപ്പമുണ്ട് എന്നുള്ളതാണ്. മൂന്നാമതായി, നാം ഭയപ്പെടാതിരിക്കാനുള്ള കാരണങ്ങൾ, നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളെ ദൈവത്തിന് നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ളതാണ്. ദൈവത്തെ നമുക്ക് സർപ്രൈസ് ചെയ്യാൻ കഴിയത്തില്ല. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ കണ്ട് ദൈവം ഭയപ്പെടുന്നില്ല. കാരണം ആദിയും അന്തവും അറിയുന്ന ദൈവം, ജീവിതത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളെയും മുൻകൂട്ടി അറിയുന്ന ദൈവം, അവൻ സർവശക്തനാണ്. ദൈവമാണ് സകലത്തെയും നിയന്ത്രിക്കുന്നത്. നമുക്ക് ദോഷമായ ഒന്നും ദൈവം ചെയ്യുന്നില്ല. നാം ചുറ്റും നോക്കുമ്പോൾ ഭയപ്പെടാൻ പല കാര്യങ്ങളുണ്ടെങ്കിലും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവത്തിനോട് ദൈവത്തിന് പറയാനുള്ളത്, ദ റീസൺ നോട്ട് ടു ഫിയർ, ഭയപ്പെടാതിരിക്കാനുള്ള കാരണങ്ങൾ. ഒന്ന്, നിങ്ങൾ ദൈവത്തിൻ്റെ വകയാണ്. രണ്ട്, നിങ്ങളുടെ പ്രതിസന്ധികൾ നിങ്ങൾ ഒറ്റയ്ക്കല്ല, ദൈവം നിങ്ങളോടൊപ്പമുണ്ട്. മൂന്ന്, ഭയപ്പെടേണ്ട, ദൈവമാണ് സകലത്തെയും നിയന്ത്രിക്കുന്നത്. സർവജ്ഞാനിയായ, സർവവ്യാപിയായ, സർവശക്തനായ ദൈവം നമ്മോടൊപ്പമുണ്ട്. നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.